നമസ്കാരം, ഇവർക്ക് ഡെയിലി ന്യൂസ് ചാനലിലെ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഹിന്ദി ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇത് ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ കുറിച്ച് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം ഈ പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ലൊക്കെ കുറയ്ക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ മീൻസ് പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ തന്നെ ഇമ്പോർട്ട് നമുക്ക് ഒരുപാടധികം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ വന്നത്. പിന്നെ കുറച്ചുകൂടെ ക്ലീനർ ഫ്യൂൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്കോളജി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എൻവയോൺമെന്റ് പെർസ്പെക്ടീവിലും പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് അപ്ഡേഷൻ വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് E20 എന്നുള്ള പ്രോഗ്രാം ആയിട്ടാണ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ വാർത്തകളിലൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. E20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഗോളാണ്. ബൈ 2025-26 ആകുമ്പോഴേക്കും നമ്മൾ പെട്രോളിൽ നിലവിൽ ഈ പറഞ്ഞ ഏകദേശം 20% എത്തനോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് E20 എന്ന് പറയുന്നത്. പക്ഷേ സർട്ടൺ റോഡ് ബ്ലോക്സ് കാരണം നമ്മളത് കുറച്ചിരിക്കുകയാണ്. മീൻസ് 20 എന്നുള്ളത് 18% കുറച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കും വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ ആണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് കൃത്യമായിട്ടും പഠിക്കാനായിട്ടുള്ളതും. പിന്നെ എന്താണ് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം എന്നുള്ളത് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ടോപ്പിക്ക് അഗ്രികൾച്ചറുമായിട്ട് ചേർന്ന് വരുന്ന ടോപ്പിക്കാണ്. എസ്പെഷ്യലി പറഞ്ഞ നമ്മുടെ ഫാമിംഗ് മേഖലയിലെ മെക്കനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സ്റ്റിൽ നമുക്കറിയാം, ഇന്ത്യയിലുള്ള ഫാമേഴ്സ് എല്ലാം തന്നെ ബഹുഭൂരിപക്ഷം ഫാമേഴ്സും പോവർട്ടിയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വലിയ ഇൻകം ഉള്ള ഫാമേഴ്സ് അല്ല. അതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫാമിംഗ് മേഖല ലോ മെക്കനൈസേഷൻ ആണ്. സോ ആ ഫാമിംഗ് മേഖലയിലെ മെക്കനൈസേഷന്റെ പുതിയൊരു അപ്ഡേഷൻ, പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. യൂസിംഗ് ഡ്രോൺസ് ടു സ്പ്രേ ന്യൂട്രിയൻസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ളത്. ഈ ഒരു വാർത്ത വന്നിരിക്കുന്ന കേരളത്തിൽ നിന്നാണ് തന്നെ ആ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഈ മെക്കനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ആർട്ടിക്കിളാണ് നമുക്ക് അവിടെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത്. സോ ഇത് അഗ്രികൾച്ചർ പെർസ്പെക്റ്റീവ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിലുള്ളതാണ് ഗ്രീൻ സ്റ്റീൽ. ഓക്കെ, എന്താണ് നമ്മൾ ആദ്യമായിട്ടാണ് രാജ്യം സ്റ്റീലിൽ ഇങ്ങനെ ഒരു ഗ്രേഡിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്, ഗ്രീൻ സ്റ്റീൽ എന്നുള്ളൊരു പേര് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് പൊട്ടൻഷ്യലി പ്രിലിംസിന് പെർസ്പെക്റ്റീവ് ആയിട്ട് മാറാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ എന്താണ് ഗ്രീൻ സ്റ്റീൽ, എങ്ങനെയാണ് നമ്മൾ അതിനെ എന്താ പറയുക ഗ്രേഡ് ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പഠിക്കാം. ദെൻ നാലാമത്തെ ടോപ്പിക്ക് എന്താ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് പാകിസ്ഥാൻ അറ്റ് ദ UNSC. അടുത്ത ജനുവരി മുതൽ ഈ പറഞ്ഞ പോലെ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു നോൺ പെർമനന്റ് മെമ്പർ ആയിട്ട് പാകിസ്ഥാൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സർട്ടൻലി ഈ പറഞ്ഞ ഇന്ത്യക്ക് കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. സോ അവിടെ നമുക്ക് വിശദമായിട്ടും എന്താണ് UNSC, അതിൽ മറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, അതിൽ എങ്ങനെയൊക്കെയാണ് മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ടും പഠിക്കാം. അപ്പോൾ ഒരു ടോപ്പിക്ക് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള റിലേറ്റഡ് ആയിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഒരു മോഡൽ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് എത്തനോൾ ബ്ലെൻഡിംഗ് ടാർഗറ്റ് മേ ബി കട്ട് ടു 18% ഫോർ 2024-25 ഫിനാൻഷ്യൽ ഇയർ എന്നതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിലവിൽ നമ്മുടെ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ എത്തനോൾ ബ്ലെൻഡിംഗ് ടാർഗറ്റ് ആയിട്ട് വന്നിരുന്നത് 20% ആണ്. അതായത് 20%. നമ്മളൊരു 100 ലിറ്റർ പെട്രോൾ എടുക്കുവാണെങ്കിൽ അതിനകത്തോട്ട് 20% ഈ പറഞ്ഞ പോലെ നമുക്ക് എത്തനോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോഴേക്കും താരതമ്യേന 100% പെട്രോൾ മാത്രമായിട്ട് ബേൺ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ കാർബൺ എമിഷൻസ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ക്ലീനർ ഫ്യൂവലാക്കി നമുക്ക് ഇതിന് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ എന്താ പറയുക, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്നുള്ള ടോപ്പിക്ക് നമുക്ക് അവിടെ കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ ആണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഇത് തന്നെയാണ്. സോ ആ ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിലേക്ക് നമ്മൾ ഇത്തരത്തിൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രൂഡ് ഓയിലിലേക്കാണ് ഇറക്കുമതി ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുവഴി ഇന്ത്യയുടെ ഫിനാൻഷ്യൽ റിസർവ്സ് ഒക്കെ തന്നെ, എസ്പെഷ്യലി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഒക്കെ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട്, മീൻസ് നമുക്ക് കീപ്പപ്പ് ചെയ്യാനായിട്ടും ഒക്കെ തന്നെ സാധിക്കും എന്നുള്ളതും ഇന്ത്യയുടെ കാര്യത്തിൽ വലിയൊരു അഡ്വാൻറ്റേജസ് ആണ്. സോ ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് തന്നെ 2018 നമ്മുടെ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽസ് വിഭാവനം ചെയ്തത്. ഓക്കെ, 2018 നാഷണൽ ഫ്യൂൽസ് ഓൺ ബയോഫ്യൂൽസ് പ്രകാരം നമ്മൾ 2030 ആകുമ്പോഴേക്കും എത്തനോൾ ബ്ലെൻഡിംഗ് 20% ആക്കണമെന്നായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തത്. 2018 കേട്ടോ, 2018 നമ്മൾ ടാർഗറ്റ് 2030 ആകുമ്പോൾ 20% എത്തനോൾ ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് പിന്നീട് നീതി ആയോഗിന്റെ റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടാണ് റോഡ് മാപ്പ് ഫോർ എത്തനോൾ ബ്ലെൻഡിംഗ് ഇൻ ഇന്ത്യ ടിൽ 2025 എന്ന റിപ്പോർട്ട് പ്രകാരമാണ് പിന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തത്, ഈ അച്ചീവ് ചെയ്യേണ്ട ഇയർ നമ്മൾ അഡ്വാൻസ് ചെയ്തു. 2030 എന്നുള്ളത് 2025-26 എന്നുള്ളതിലേക്ക് നമ്മൾ അഡ്വാൻസ് ചെയ്തുള്ള കാര്യം നോക്കാം. അപ്പൊ നിലവിൽ നമ്മുടെ 820 അഥവാ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽസ് പ്രകാരം നമ്മൾ 2025-26 ആകുമ്പോഴേക്കും എത്തനോളിൽ 20% ആഡ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇത് പണ്ട് ഈ പോളിസി പ്രകാരം 2030 ആയിരുന്നു. പക്ഷേ അത് നമ്മൾ നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഇങ്ങോട്ടേക്ക് അഡ്വാൻസ് ചെയ്യുന്നുള്ള കാര്യം നോക്കാം. ഈ പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഈ 20 എന്നുള്ളത് മേ ബി അതൊരു 18%ലേക്ക് കട്ട് ചെയ്തേക്കും എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്.
അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതിലേക്ക് ആകുന്നതിന് മുമ്പ് തുടക്കത്തിൽ ജസ്റ്റ് നമുക്ക് ആ ബയോഫ്യൂൾസിനെ കുറിച്ച് കുറച്ച് അറിയണം. കാരണം ഇങ്ങനെ ഒരു എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രതീക്ഷിക്കാം. ബയോഫ്യൂൾസിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ പ്രിലിംസിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എന്താണ് ബയോഫ്യൂൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ആർ ദ ഫ്യൂൽസ് ദാറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ബയോമാസ് ഓഫ് പ്ലാന്റ്സ് ഓർ ആനിമൽ വേസ്റ്റ്. പ്ലാന്റ്സിന്റെയോ ആനിമൽ വേസ്റ്റ് നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫ്യൂവലിനെയാണ് നമ്മൾ ബയോഫ്യൂൽ എന്ന് വിഭാവനം ചെയ്യുന്നത്. ഇറ്റ്സ് കോമൺലി പ്രൊഡ്യൂസ് ഫ്രം കോൺ, ചോളം, അതുപോലെ തന്നെ ഷുഗർ കെയിൻ, ആനിമൽ വേസ്റ്റ് ലൈക്ക് കൗഡങ്. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ബയോഫ്യൂൽസ് യൂഷ്വലി ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ബയോഫ്യൂവൽസിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും, വിച്ച് മീൻസ് 4 ജനറേഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് പ്രൊഡ്യൂസ് ഫ്രം എഡിബിൾ ഐറ്റംസ് ലൈക്ക് ഷുഗർ, കോൺ, സ്റ്റാർച്ച്. ഇവയിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ബയോഫ്യൂവലിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂവൽ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത ഇവയ്ക്ക് ഹയർ കാർബൺ കണ്ടന്റ് ഉണ്ടാകും, അതുപോലെ എമിറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളുണ്ട്. ഇത് പണ്ടത്തെ ടെക്നോളജിയാണിത്. സോ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോഴേക്കും ഷുഗർ, കോൺ, സ്റ്റാർച്ചിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ബയോഫ്യൂവൽസ് ആണ്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോഴേക്കും പ്രൊഡ്യൂസ് ഫ്രം ലെഫ്റ്റ് ഓവർ ഫുഡ് ക്രോപ്സ്. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡ് ക്രോപ്സ് ലൈക്ക് നമ്മുടെ തവിട് ഉണ്ടല്ലോ, റൈസ് ഹസ്ക്, തവിട് അല്ലെങ്കിൽ ഇപ്പോൾ വുഡ് ചിപ്സ്, ഇവയിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ബയോഫ്യൂൽസിനെയാണ് സെക്കൻഡ് ജനറേഷൻ എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് ജനറേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രീൻ ഹൗസിന്റെ എമിഷൻ താരതമ്യേന കുറച്ച് കുറവാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതിനെ കഴിഞ്ഞിട്ട് ഇപ്പം നിലവിലേക്ക് ഉപയോഗിക്കുന്നതൊക്കെയാണ് തേർഡ് ജനറേഷൻ ബയോഫ്യൂൽസ്. തേർഡ് ജനറേഷൻ ബയോഫ്യൂൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈക്രോ ഓർഗാനിസംസ്, ആൽഗെ പോലുള്ള മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഫ്യൂലിന്റെ പേരാണ് തേർഡ് ജനറേഷൻ മൈക്രോഫ്യൂൽ. ഇവയുടെ പ്രത്യേകത കാർബൺ ന്യൂട്രൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. കാർബൺ എത്രയാണ് എമിറ്റ് ചെയ്യുന്ന അത്ര തന്നെ കാർബൺ ഡയോക്സൈഡ് സീക്വസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ദെൻ ഫോർത്ത് ജനറേഷൻ ബയോഫ്യൂൽ എന്ന് പറയുന്നത് ദോസ് പ്രൊഡ്യൂസ് ഫ്രം ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്സ്. GM ക്രോപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ബയോഫ്യൂൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ഫോർത്ത് ജനറേഷൻ ബയോഫ്യൂൽ എന്നറിയപ്പെടുന്നു. ഇതിന്റെ പ്രത്യേകത കാർബൺ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് അവ ഈ പറഞ്ഞ പോലെ എമിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അവ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കാർബൺ നെഗറ്റീവ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ടും സാധിക്കും. സോ ഇവിടെ നോക്കിയാൽ ഇപ്പൊ 4 ജനറേഷൻ ബയോഫ്യൂൽസ് ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ. ഈ ഓരോ ജനറേഷൻസിലും ഏതാണ് ഉപയോഗിക്കുന്ന കാര്യം നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് മാറിയേക്കാം. ഫസ്റ്റ് ജനറേഷൻ മാർക്കാതെ ഓർക്കുക. എഡിബിൾ ഐറ്റം ഷുഗർ, കോൺ, സ്റ്റാർച്ചിൽ നിന്ന് നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ജനറേഷൻ. ലെഫ്റ്റ് ഓവർ ഫുഡ് ക്രോപ്സ് ജനറേറ്റ് ചെയ്യുന്ന സെക്കൻഡ് ജനറേഷൻ. ദെൻ മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന തേർഡ് ജനറേഷൻ. ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്സ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഫോർത്ത് ജനറേഷൻ ബയോഫ്യൂൽ എന്നുള്ള കാര്യം മറക്കാതെ ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബയോഫ്യൂലുകളെ നമുക്ക് 3ആയിട്ട് ക്ലാസ് ചെയ്യാം. ബയോ എത്തനോൾ ഉണ്ട്, ബയോ ഡീസൽ ഉണ്ട്, ബയോ ഗ്യാസ് ഉണ്ട്. ബയോ എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് പ്രൊഡ്യൂസ് ഫ്രം കോൺ ആൻഡ് ഷുഗർ കെയിൻ യൂസിങ് ഫെർമെന്റേഷൻ പ്രോസസ് ഉപയോഗിച്ച്, ഈസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫ്യൂവലിന്റെ പേരാണ് ബയോ എത്തനോൾ. ദാറ്റ് ടു ഫ്രം കോൺ ആൻഡ് ഷുഗർ കെയിൻ. നിലവിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന E10 എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും E10 ഫ്യൂവൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുണ്ടാവും. E10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഫ്യൂവലിനകത്ത് 10% എത്തനോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നിലവിൽ നമ്മുടെ നാട്ടിലേക്ക് E10 ഫ്യൂവലുകൾ വളരെയധികം അവൈലബിൾ ആണ്. പിന്നെ പുതിയതായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ E20 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു ബാഡ്ജിൽ E20 എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്താണ് E20 എന്ന് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാഹനം എത്തനോൾ ബ്ലെൻഡഡ് 20% ആയിട്ടുള്ള ഫ്യൂവൽ കേപ്പബിൾ ആയിട്ടുള്ള വാഹനമാണ്. അതിന്റെ എഞ്ചിനിൽ അത്തരത്തിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അതായത് ബേസിക്കലി പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ തന്നെ പൊല്യൂഷൻ നോംസ് BS6, ഭാരത് സ്റ്റേജ് 6 നോംസ് പാലിക്കുന്നവയാണ്. ഈ BS6 വാഹനങ്ങളിൽ നിലവിൽ നമുക്ക് E20 ഫ്യൂവൽ ഉപയോഗിക്കാൻ പാകത്തിലുള്ള വെഹിക്കിൾസ് ആണ്. പക്ഷേ BS6 വാഹനങ്ങളല്ലാതെ ഒരുപാട് നമ്മൾ പഴയ വാഹനങ്ങൾ നമ്മുടെ നാട്ടിലൂടെ ഉണ്ട്. ഇവയ്ക്കൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഏത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഈ E20 എന്നുള്ള ഫ്യൂവൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവയുടെ ആ എഞ്ചിനിൽ ആ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടില്ല. അപ്പൊ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച് ആയിട്ട് മാറിയിരിക്കുന്നത്. ഞാൻ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ബയോ എത്തനോൾ എന്ന് പറയുമ്പോഴേക്കും കോൺ, ഷുഗർ, അതുപോലെ ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെ ആക്കിയെടുക്കുന്നു. ബയോ ഡീസൽ എന്ന് പറയുമ്പോഴേക്കും ദീസ് ആർ ഫ്രം വെജിറ്റബിൾ ഓയിൽസ്, വെജിറ്റബിൾ ഓയിൽ വേസ്റ്റ്, സോയാബീൻ ഓയിൽ, പാം ഓയിൽ, അതുപോലെ വെജിറ്റബിൾ വേസ്റ്റ് ഓയിൽസ്, ആനിമൽ ഫാറ്റ്സ്, ഇവയിൽ നിന്നൊക്കെ തന്നെ ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ പ്രോസസ്സിലൂടെ ജനറേറ്റ് ചെയ്യുന്നതാണ് ബയോ ഡീസൽ. ബയോ ഗ്യാസ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ സീവേജ്, ഓർഗാനിക് മാറ്റേഴ്സ് ലൈക് സീവേജ് ഫ്രം ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് ബൈ അനൈറോബിക് ഡികമ്പോസിഷൻ. അപ്പോൾ ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെ ബയോ എത്തനോൾ, ട്രാൻസ് എസ്റ്ററിഫിക്കേഷൻ പ്രോസസ്സിലൂടെ ബയോ ഡീസൽ, അനൈറോബിക് ഡീകമ്പോസിഷനിലൂടെ ജനറേറ്റ് ചെയ്യുന്നതാണ് ബയോ ഗ്യാസ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. സോ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബയോ ഫ്യൂവൽ ആയിട്ട്. പക്ഷേ ഇതിനകത്ത് നിലവിൽ നമുക്ക് റോഡ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. നിലവിൽ E20 എന്നുള്ള ഫ്യൂവൽ യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളത് നമ്മുടെ ഭാരത് സ്റ്റേജ് 6 എമിഷൻ നോംസ് പാലിക്കുന്ന പുതിയ വാഹനങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏകദേശം നമ്മുടെ വാഹനം എന്നുള്ള സൈറ്റ് ഉണ്ടല്ലോ, വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റാണ് കേന്ദ്ര ഗവൺമെന്റ്. ആ ഒരു സൈറ്റിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഏകദേശം നമ്മുടെ നാട്ടിൽ ഏകദേശം ഇന്ത്യ ഹാസ് അറൌണ്ട് 31.18 ക്രോർ വെഹിക്കിൾസ് ഉണ്ട്. 31.18 കോടി വെഹിക്കിൾസ് നമ്മുടെ നാട്ടിലുണ്ട്. ആസ് ഓഫ് ഡിസംബർ 10, 2 ദിവസം മുമ്പത്തെ കണക്കാണ് ഇത് പറയുന്നത്. പെട്രോളിൽ മാത്രം റൺ ചെയ്യുന്ന 31.18 കോടി വെഹിക്കിൾസ് ഉണ്ട്. ഇതിൽ ഏകദേശം BS6 നോംസ് പാലിക്കുന്ന 9.21 കോടി വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഏകദേശം പറയുവാണെങ്കിൽ ഒരു 22 കോടിയോളം വാഹനങ്ങൾ BS6 മീൻസ് അതിന് പുറകിലുള്ള BS4, BS3 വാഹനങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള വാഹനങ്ങളിൽ നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, E20 എന്നുള്ള ഫ്യൂൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവയുടെ എഞ്ചിൻ അത്തരത്തിൽ മോഡിഫൈഡ് അല്ല.
സോ അതുകൊണ്ട് തന്നെ അത് അത്തരത്തിലുള്ള വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള ഫ്യൂൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത് മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ BS6 ആ ഒരു 18%ലേക്കുള്ള ആ ഒരു E20 എന്ന് മാറി ഈ 18 എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ട് പോകുന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പൊല്യൂഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ വാഹനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പുകയുടെ മലിനീകരണമൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള റോഡ് ബ്ലോക്ക് ഇതിനകത്ത് വന്നുപോയി ആ ഒരു എഞ്ചിന്റെ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു വെഹിക്കിൾ മോഡിഫിക്കേഷൻസ് നിലവിൽ നടക്കാത്തത് കാരണം ഇതൊരു വലിയൊരു ചലഞ്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. ബട്ട് ഗവൺമെന്റ് ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. ഇനിവേ നമുക്ക് പരീക്ഷയ്ക്ക് E20 എന്താന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇപ്പൊ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന E10 ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി ഈ പറഞ്ഞ അപ്ഗ്രേഡഡ് ആയിട്ട് ഇതാണ് E20 എന്നുള്ള പ്രോഗ്രാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയാണ് മെയിൻലി നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്നും പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, സോ പിന്നെ ഒന്ന് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടാവുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ എനർജി സെക്യൂരിറ്റി അത് ഒരുപാട് ഗുണം ചെയ്യും. എസ്പെഷ്യലി പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫ്യൂൽ ഇമ്പോർട്ട് ചെയ്താണ് കഴിയുന്നത്. ആ ഒരു ഇമ്പോർട്ട് ഒക്കെ തന്നെ ഇന്ത്യക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ എത്തനോൾ ബ്ലെൻഡിങ്ങിലൂടെ. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം തന്നെ ഇത്തരത്തിൽ എത്തനോൾ ബ്ലെൻഡിങ് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആനുവൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ബില്ല് ഏകദേശം $4 ബില്യൺ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് റിഡക്ഷൻ എമിഷൻസിനൊക്കെ കുറയ്ക്കാൻ സാധിക്കും. എസ്പെഷ്യലി പറഞ്ഞ പോലെ 20% എത്രത്തോളം നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൂ വീലേഴ്സ് എന്നൊക്കെയുള്ള എമിഷൻ കാർബൺ മോണോക്സൈഡ് എമിഷൻ ഏകദേശം 50% കുറയ്ക്കാൻ പറ്റും. ത്രീ വീലേഴ്സിനൊക്കെ ആണെങ്കിൽ ഏകദേശം 30% ഈ പറഞ്ഞ പോലെ കാർബൺ മോണോക്സൈഡ് എമിഷൻസ് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെ ഓർത്തിരിക്കുക. പിന്നെ വേറൊന്നുമല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു നമുക്ക് ഇതൊക്കെ ഒരു വാല്യൂ ആഡഡ് പ്രോഗ്രാം ആയിട്ട് കണക്കാക്കാൻ പറ്റും. കാരണം ഈ കോൺ അല്ലെങ്കിൽ ഷുഗർ കെയിൻ എന്നൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉത്പാദിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ ഫാമേഴ്സിന് ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഷുഗർ കെയിൻ ഈ പറഞ്ഞ യൂഷ്വലി നമ്മൾ ഷുഗർ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജാഗറി ഉണ്ടാക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഇത്തരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് കൂടെ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഫാമേഴ്സിന് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പുതിയ ജോലി അവസരങ്ങൾ ജോബ് ക്രിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം 18 മില്യൺ റൂറൽ ജോബ്സ് ആയിരിക്കും ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്കുകളും സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനകത്തുണ്ട്. ബട്ട് ഇതിനകത്ത് അറ്റ് എ ടൈം ഒരുപാട് ചലഞ്ചസും ഉണ്ട്. ലൈക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു ചലഞ്ച് തന്നെയാണ് ഈ ഒരു ഫ്യൂലുമായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള വാഹനങ്ങളായിരിക്കണം നമ്മുടെ നാട്ടിലുണ്ടാവുക. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടതാണ് ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ ഒരു എന്താ പറയാ ഒരു 2/3 വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് ഈ എത്തനോൾ ബ്ലെൻഡിംഗ് E20 എന്നുള്ള ഫ്യൂൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളല്ല. BS6 പഴയ വാഹനങ്ങളാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട ചലഞ്ചാണ്. പിന്നെ മറ്റൊരു ചലഞ്ച് ഇരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കോൺ, ഷുഗർ കെയിൻ അവയിലൊക്കെയാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്. നാളെ ഇത് ഒരുപാട് നമുക്ക് ഉത്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. കാരണം വാഹനങ്ങൾ കൂടി വന്നു കഴിയുമ്പോഴേക്കും, കാരണം ഓരോ ദിവസം നമ്മുടെ നാട്ടിലെ പുതിയ വാഹനങ്ങളുടെ എണ്ണം കൂടി വരുമല്ലേ. അപ്പം കൂടുതൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫ്യൂല് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് പോകുന്ന പല കമ്പോണൻസ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടി വരും. ലൈക്ക് ഷുഗർ കെയിനും അതുപോലെ കോണും ഒക്കെ തന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് കടകളിലേക്ക് പോകുന്നതൊക്കെ തന്നെ നമുക്ക് ഈ ഫ്യൂവൽ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത് മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ സാധനം ആവശ്യത്തിന് കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വന്നേക്കാം. അതിന്റെ ഈ പറഞ്ഞ പോലെ വില വർദ്ധിക്കാനായിട്ടുള്ള മീൻസ് നമുക്ക് ആവശ്യം സാധനം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ വില വർദ്ധിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻസ് ഒക്കെ തന്നെ മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സർട്ടൻ ഡിസഡ്വാൻറ്റേജ് അതിന്റെ പുറത്തിലുണ്ട്. ബട്ട് ഇതുപോലുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മുടെ ഫാമിംഗ് മേഖലയിലെ മെക്കനൈസേഷന്റെ ഒരു നല്ലൊരു ആർട്ടിക്കിൾ തന്നെയാണ്. കൃഷി വിജ്ഞാൻ കേന്ദ്ര ഇൻ കേരള യൂസസ് ഡ്രോൺസ് ടു സ്പ്രേ ന്യൂട്രിയൻസ് ഓൺ പൈനാപ്പിൾ ഫീൽഡ്സ് എന്നുള്ള ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ മാറിയിരിക്കുന്നത്. ഇവിടെ കണ്ടോ, യൂസേജ് ഓഫ് ഡ്രോൺസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഫാമിംഗ് മെക്കനൈസേഷന്റെ നല്ലൊരു എക്സാമ്പിൾസ് ആണ്. ഇവിടെ നമ്മൾ ഇവിടെ വാഴക്കുളം നമ്മൾ സ്ഥലം കേട്ടിട്ടുണ്ടാവും. ഇവിടെ വാഴക്കുളത്ത് നമുക്ക് GI ടാഗ്ഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ, വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറയുന്നത് GI ടാഗ് കിട്ടിയിരിക്കുന്നതാണ്, ജോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ ടാഗ് കിട്ടിയിരിക്കുന്നതാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ഏകദേശം വലിയൊരു ഏരിയയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ മരുന്നടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ന്യൂട്രിയൻസ് ഈ പറഞ്ഞ സപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത്ര നാൾ അവിടെ മാനുവൽ ലേബേഴ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ ഏതിന് ഉപയോഗിച്ചു? ഡ്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കുമാണ് ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ കണ്ടോ, ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നുണ്ട്, ദ ഡ്രോൺ സ്പ്രീഡ് NPK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഗ്രേഡ് ഫെർട്ടിലൈസർ ആണ്. നമ്മൾ പ്രധാനപ്പെട്ട മൈക്രോ ന്യൂട്രിയൻസ് ആണ് NPK എന്ന് പറയുന്നത്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്ന് പറയുന്നത്. സോ അത് ഏകദേശം ഈ പറഞ്ഞ പോലെ 120 ഓൾഡ് ആയിട്ടുള്ള പൈനാപ്പിൾസ് ആണ് സ്പ്രേ ചെയ്തത്. ഇവിടെ കിട്ടിയ അഡ്വാൻറ്റേജ് ആണ് ഈ പാരഗ്രാഫാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് എ ടോട്ടൽ ഓഫ് 1.7 kg ഓഫ് NPK മിക്സർ വാസ് അപ്ലൈഡ് ഓവർ 1 ഹെക്ടർ. ഒരു ഹെക്ടർ ഏരിയയിലാണ് ഇത് അപ്ലൈ ചെയ്ത് യൂസിങ് ജസ്റ്റ് 33.6 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഇത് മെഷീൻ ഉപയോഗിച്ച്, ഡ്രോണുകൾ ഉപയോഗിച്ച് ഈ ഒരു ന്യൂട്രിയന്റ് വെള്ളത്തിൽ കലർത്തിയായിരിക്കും സ്പ്രേ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച വെള്ളം എന്ന് പറയുന്നത് ജസ്റ്റ് 33.6 ലിറ്റർ വെള്ളം മാത്രമാണ് ഉപയോഗിച്ചത്. സിഗ്നിഫിക്കൻലി റെഡ്യൂസിംഗ് വാട്ടർ യൂസേജ്
percentage from 250 to 300 liters typically required for manual spraying. മാനുവലായിട്ട് ഈ ഒരു ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതേ അളവിൽ ഇതേ 1.7 kg NPK മിക്സ്ചർ ഈ പറഞ്ഞ പോലെ തളിക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നിരുന്ന 250 മുതൽ 300 ലിറ്റർ വെള്ളമാണ് ആവശ്യം വന്നിരുന്നത്. അതിപ്പോൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എത്രയിലേക്ക് കുറയ്ക്കാൻ സാധിച്ചു? 33.6 ലിറ്ററിലേക്ക് കുറയ്ക്കാൻ സാധിച്ചു. അത് എസ്പെഷ്യലി വാട്ടർ സ്കേഴ്സിറ്റി നേരിടുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം വെള്ളത്തിന്റെയൊക്കെയാണല്ലോ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഫാമിംഗ് മെക്കനൈസേഷനിലൂടെ എന്ന് തെളിവാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഡേറ്റാസ് ഒക്കെ തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ദ ഡ്രോൺ കംപ്ലീറ്റഡ് ദ ടാസ്ക് ഇൻ ജസ്റ്റ് 16 മിനിറ്റ്സ്. 16 മിനിറ്റ് കൊണ്ട് ആ ഒരു ഹെക്ടർ ഈ പറഞ്ഞ പോലെ ഏരിയ ഡ്രോൺ ഈ പറഞ്ഞ പോലെ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് തീർത്തു. പക്ഷേ ഇതേ സാഹചര്യം വേറെ മാനുവൽ സ്പ്രേയിങ് ഡിമാൻഡ്സ് 3 man days. 3 ദിവസം ഈ പറഞ്ഞ പോലെ വർക്കേഴ്സ് പണി ചെയ്താൽ മാത്രമായിരുന്നു അത്രയും സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിൾ തോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോഴേക്കും പറഞ്ഞ പോലെ അതിന്റെ സ്പൈക്സ് അതിന്റെ മുള്ളി പറഞ്ഞ പോലെ നമ്മുടെ ദേഹത്ത് കൊണ്ട് മുറിയുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള വർക്ക് കൂടിയാണത്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു. 3 ദിവസത്തെ പരിപാടി പണി ബേസിക്കലി 16 മിനിറ്റ് കൊണ്ട് അവിടെ തീർക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇവിടെ കണ്ടോ എന്തൊക്കെ അഡ്വാൻറ്റേജ് കിട്ടി? ഒന്ന്, നമുക്ക് ടൈം ലാഭിക്കാൻ സാധിച്ചു, അതുപോലെ ലേബർ കോസ്റ്റ് ലാഭിക്കാൻ സാധിച്ചു, പിന്നെ ഈ പറഞ്ഞ പോലെ വാട്ടറിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാടധികം ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജസ് ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ട്. ദിസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഈസ് എക്സ്പെക്ടഡ് ടു റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കും. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് സാധനത്തിനാണെങ്കിലും കുറച്ചുകൂടി വില കുറയാനായിട്ട് സാധിക്കും. അതിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ജനങ്ങൾക്ക് ഐറ്റംസ് കൂടുതൽ അഫോർഡബിൾ ആയിട്ട് മാറാനായിട്ടും സാധിക്കും. സോ വാഴക്കുളം പൈനാപ്പിൾ അതിന് GI ടാഗ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇത് നല്ലൊരു ആർട്ടിക്കിൾ ആണ്. ഇതിനകത്ത് ഈ പാരഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെയിൻസിനൊക്കെ എഴുതാൻ പറ്റുന്ന നല്ലൊരു പോയിന്റ്സ് ആയിട്ട് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ ഡേറ്റാ സഹിതം കൊടുത്തിട്ടുണ്ട്. ഒരു ഹെക്ടറിൽ പറഞ്ഞ പോലെ സാധാരണ ഇതിൽ 3 man days വർക്ക് വേണ്ടി വരുന്നുണ്ട്. 16 മിനിറ്റ് ആയിട്ട് കുറയ്ക്കാൻ സാധിച്ചു. വെള്ളം 33.6 ലിറ്റർ വേണ്ടി മീൻസ് 250 മുതൽ 300 ലിറ്റർ വേണ്ടിയെടുത്ത് അത് 33.6 1/10 നമുക്കത് കുറയ്ക്കാനായിട്ട് മീൻസ് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെയ്യുമ്പോഴേക്കും അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോഴേക്കും ഐറ്റത്തിന്റെ വില കുറയും. കൂടുതൽ ആളുകളിലേക്ക് അത് എത്താനായിട്ട് അഫോർഡബിൾ ആയിട്ട് മാറാനായിട്ടും സാധ്യതയുണ്ട്. സോ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഇത് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 അഗ്രികൾച്ചറിനകത്ത് ഫാമിംഗ് മെക്കനൈസേഷൻ എന്നുള്ള ടോപ്പിക്കിനകത്ത് ആവശ്യമായിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യണം. ഇന്ത്യ ബിക്കംസ് ദ ഫസ്റ്റ് നേഷൻ ടു ഡിഫൈൻ ഗ്രീൻ സ്റ്റീൽ. ഇതൊരു പൊട്ടൻഷ്യലി പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഗ്രീൻ സ്റ്റീൽ എന്താണെന്നുള്ള കാര്യം. യൂഷ്വലി ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്കോ ഫ്രണ്ട്ലി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഇവിടെ എക്കോ ഫ്രണ്ട്ലി തന്നെയാണ്, പക്ഷേ ഈ ഗ്രീൻ സ്റ്റീൽ എന്നുള്ളൊരു കമ്പോണന്റ് ഒരു പേര് നമ്മൾ കൊടുക്കുന്നത് ഇറ്റ്സ് ഗിവൺ ഫോർ ദ സ്റ്റീൽ മാനുഫാക്ചർഡ് ഫ്രം ദോസ് സ്റ്റീൽ പ്ലാന്റ്സ് വെയർ കാർബൺ എമിഷൻസ് ആർ കമ്പാരിറ്റീവ്ലി ലോവർ. ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഈ ഗ്രീൻ സ്റ്റീൽ എന്ന് കൊടുക്കുന്നത്, അതായത് ആ സ്റ്റീലിന്റെ അല്ല, ആ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, സ്റ്റീൽ പവർ പ്ലാന്റ്, സ്റ്റീൽ പ്ലാന്റ്, ആ സ്റ്റീൽ പ്ലാന്റ് എത്രത്തോളം കാർബൺ എമിറ്റ് ചെയ്യുന്നു അതിന് അടിസ്ഥാനത്തിലാണ് അവിടുന്ന് പുറത്തേക്ക് വരുന്ന സ്റ്റീലിന് നമ്മൾ ഗ്രീൻ സ്റ്റീൽ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് നിലവിൽ ആദ്യമായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു രാജ്യം, അത് നമ്മൾ ഇന്ത്യ നടപ്പാക്കി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കണം, നമ്മുടെ ഗ്രീൻ സ്റ്റീൽ ആകണമെങ്കിൽ ദ കാർബൺ ഡയോക്സൈഡ് എമിഷൻ, ആ പ്ലാന്റ് ദ പ്ലാൻ വിത്ത് കാർബൺ ഡയോക്സൈഡ് ഇക്വലന്റ് എമിഷൻ ഇന്റൻസിറ്റി ഓഫ് ലെസ് ദാൻ 2.2 ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ, ലെസ് ദാൻ 2.2 ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് വരുന്ന സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്റ്റീലുകളെയാണ് നമ്മൾ ഗ്രീൻ സ്റ്റീൽ എന്ന് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ കണ്ടോ. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ 1.6 ടൺ കാർബൺ ഡയോക്സൈഡ്, 1.6 ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷനേക്കാളും, അതായത് 1.6 താഴെ ടൺ കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യുന്നെങ്കിൽ അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റീൽ നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. 5 സ്റ്റാർ റേറ്റിംഗ് ആയിട്ടുള്ള ഗ്രീൻ സ്റ്റീൽ ആയിട്ട് രേഖപ്പെടുത്തും. ഇനി അതേപോലെ 1.6നും 2നും ഇടയിലാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റീൽ നമ്മൾ 4 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. then ഈ പറഞ്ഞ പോലെ 2നും 2.2നും ഇടയിലാണെങ്കിൽ 3 സ്റ്റാർ. 2.2ന് താഴത്തേക്കാണെങ്കിൽ നമ്മൾ ഗ്രീൻ സ്റ്റീലിന് രേഖപ്പെടുത്തും. അതിൽ തന്നെ 1.6ന് താഴത്തേക്കാണെങ്കിൽ 5 സ്റ്റാർ ഗ്രീൻ സ്റ്റീലിന് രേഖപ്പെടുത്തും. 1.6നും 2നും ഇടയിലാണെങ്കിൽ 4 സ്റ്റാർ, 2നും 2.2നും ഇടയിലാണെങ്കിൽ 3 സ്റ്റാർ ആണ് കൊടുക്കുന്നത്. ഇനി പറഞ്ഞ എനി സ്റ്റീൽ ഹാവിംഗ് ആൻ എമിഷൻസ് ഹയർ ദാൻ 2.2 ടൺസ് വിൽ നോട്ട് ബി കൺസിഡർഡ് ഫാസ് എ ഗ്രീൻ സ്റ്റീൽ. 2.2 ടൺസിന് മുകളിൽ എമിറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ സ്റ്റീൽ പവർ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റീലുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കത്തില്ല? ഗ്രീൻ സ്റ്റീൽ എന്നുള്ള പദവി കൊടുക്കത്തില്ല. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ സ്റ്റീൽ പ്ലാന്റുകളിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ്സിന്റെ അളവിനെ നോക്കിയിട്ടാണ് സ്റ്റീലിന് നമ്മൾ ഗ്രീൻ സ്റ്റീൽ ആണോ അല്ലയോ എന്ന് രേഖപ്പെടുന്നത്. ഇവിടെ നമ്മൾ നിലവിലെ കണക്ക് നോക്കുമ്പോഴേക്കും ഇന്ത്യയിലെ ആവറേജ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് പ്രസന്റ്ലി എമിറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് 2.5 to 2.6 ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ അത് വളരെ കൂടുതലാണ്. നമുക്ക് എസ്പെഷ്യലി കാർബൺ ന്യൂട്രൽ രാജ്യമൊക്കെ ആയിട്ട് മാറണം. 2070 ഇന്ത്യ കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പൊ അവിടത്തേക്കൊക്കെ എത്താനായിട്ടുള്ള വഴികളാണ് നമ്മളിപ്പോൾ ഈ വാർത്തകളിലൂടെ കാണുന്നത്. അപ്പോൾ മെയിൻസിനൊക്കെ ചോദ്യമായിട്ട് നമുക്ക് 2070 എങ്ങനെയാണ് ഒരു കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് മാറാൻ
സാധിക്കുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ റോഡ് മാപ്പ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഈ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. ഇതിലേക്കുള്ള റോഡ് മാപ്പ് എന്ന നിലയിലാണ് ഇന്ത്യയിൽ സ്റ്റീൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എമിറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ഇൻഡസ്ട്രീസ് ആയ സ്റ്റീലിലൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഗ്രേഡിങ്സ് ഒക്കെ തന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും ഇത് കമ്പനികൾക്ക് കൂടുതലും പ്രചോദനമാകും. മീൻസ് ഈ പറഞ്ഞ കോമ്പറ്റീഷൻ വർദ്ധിക്കും, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാനായിട്ടൊക്കെ തന്നെ കോമ്പറ്റീഷൻ നടത്തും. അതിനുവേണ്ട ഭാഗമായിട്ട് ചിലപ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ വരുന്ന ആളുകളിലൊക്കെ തന്നെ ഇപ്പോൾ സ്റ്റീലുകളിലൊക്കെ നമ്മൾ പരസ്യം കാണാറുണ്ടല്ലോ. അവിടങ്ങളിൽ ചിലപ്പോൾ പുതിയൊരു ബ്രാൻഡിങ് കൂടെ കണ്ടേക്കാം. ഇന്ന കമ്പനിയുടെ സ്റ്റീലിൽ ഈ പറഞ്ഞ പോലെ ഗ്രീൻ സ്റ്റീലാണ് എന്നുള്ള രീതിയിലുള്ള ബ്രാൻഡിങ് കൂടെ കണ്ടേക്കാം. അപ്പൊ അങ്ങനെയുള്ള ബ്രാൻഡിങ് വരുമ്പോഴേക്കും അത് കസ്റ്റമേഴ്സിലേക്ക് കുറച്ചുകൂടി ഒരു താല്പര്യം വരുത്തും ആ ഗ്രീൻ സ്റ്റീൽ എന്ന് പറയുമ്പോഴേക്കും. അപ്പൊ അത് കണ്ടുകൊണ്ടിട്ട് മറ്റ് ബ്രാൻഡുകളും തീർച്ചയായിട്ടും അവരുടെയും കാർബൺ എമിഷൻസ് കുറച്ച് അവരുടെ ഉത്പാദിപ്പിക്കുന്ന സ്റ്റീലും ഗ്രീൻ സ്റ്റീലാക്കി മാറ്റാൻ പറ്റും. അതുവഴി ഈ പറഞ്ഞ പോലെ ഏകദേശം നമുക്ക് നമ്മുടെ ടോട്ടൽ ഇന്ത്യയിലെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫ്രം ദ പ്രസന്റ് ലെവൽ ഓഫ് 2.5 to 2.6 നിന്നും നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. സോ ഇത്രയാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കേണ്ടതാണ്. ഗ്രീൻ സ്റ്റീൽ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. 2.2 മറക്കരുത്. 2.2 ടൺസിന് താഴെ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്ന കമ്പനികളിലെ സ്റ്റീലിനെ മാത്രമേ നമ്മൾ എന്തായിട്ട് വിളിക്കുള്ളൂ, ഗ്രീൻ സ്റ്റീൽ എന്ന് രേഖപ്പെടുത്തുള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. പാകിസ്ഥാൻ അറ്റ് ദ UNSC ദ പോയിന്റ്സ് ഓഫ് ഇറ്റ്സ് കോമ്പസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ അത് മെയിൻലി പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമുക്കറിയാവുന്നതാണ്, ഈ വരുന്ന ജനുവരി 2025 മൂലം പാകിസ്ഥാൻ UNSCയിലെ ഒരു നോൺ പെർമനന്റ് മെമ്പർ ആയിട്ട് മാറും. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു ചലഞ്ച് തന്നെയാണ് അല്ലെ. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഇന്ത്യക്ക് എതിരായിട്ട്, മീൻസ് ലൈക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കാശ്മീരിന്റെ പ്രശ്നങ്ങൾ, ആർട്ടിക്കിൾ 370 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ UNSCയിൽ ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ബട്ട് അൺടിൽ ആൻഡ് അൺലെസ് ആ ഒരു പോയിന്റ് വരുന്നിടം വരെ നമുക്കത് നോക്കിയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിപ്പോൾ അങ്ങനെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വൺസ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് വാർത്ത വരുമ്പോഴേക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിലവിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ UNSCയെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഈ പോയിന്റ് ഓഫ് വ്യൂ ഈ ആർട്ടിക്കിളിനകത്ത് നമുക്ക് പ്രകാരം എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട അത്തരം കാര്യങ്ങളാണ്. പക്ഷേ UNSCയെ കുറിച്ച് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ വൺ ഓഫ് ദ UN's 6 മെയിൻ ഓർഗൻസ് ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ 6 പ്രധാനപ്പെട്ട ഓർഗൻസിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് UNSC എന്ന് പറയുന്നത്. വിച്ച് ഇസ് എയിംഡ് അറ്റ് മെയിൻറ്റെയിനിങ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലേക്ക് കിടക്കുമ്പോഴേക്കും നമ്മൾ ആ പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻ നോക്കാം. ഇതാണ് 6 UN പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസ്. ഏതൊക്കെയാണെന്ന് ജനറൽ അസംബ്ലി, UN ജനറൽ അസംബ്ലി, പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള UN സെക്യൂരിറ്റി കൗൺസിൽ, then third one UN Secretariat ആണ്, fourth one UN Economic and Social Council, then Trusteeship Council, International Court of Justice. ഈ 6 സംഘടനകളാണ്, അല്ലെങ്കിൽ 6 ഓർഗൻസ് ആണ് UN പ്രിൻസിപ്പൽ ഓർഗൻസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഇതിൽ ഞാൻ ലാസ്റ്റ് ഒരു സെന്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ 6 എണ്ണത്തിനകത്ത് 5 സ്ഥാപനങ്ങളിലെയും എക്സെപ്റ്റ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെയും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് മാറ്റി ബാക്കി 5 എണ്ണത്തിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് ന്യൂയോർക്കിലാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ മാത്രം ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഇതിനകത്ത് എവിടെ ഇരിക്കുന്നത്, ഹേഗ്, നെതർലാൻഡ്സിലുള്ള. സോ ICJ or International Court of Justice is the principal judicial organ of United Nations, and its seat is at Peace Palace at Hague in the Hague, Netherlands. It is only one of the 6 principal organs of United Nations not located in New York. ആ പോയിന്റ് ഓർത്തിരിക്കണം. 6 ഇമ്പോർട്ടന്റ് ഓർഗൻസ് ഉള്ള UNന്റെ ന്യൂയോർക്കിലാണ് ബഹുഭൂരിപക്ഷം ഓർഗൻസിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. UN അല്ലാതെ വേറൊരു സ്ഥലത്തിരിക്കുന്നത് ആരുടെ മാത്രമേ ഉള്ളൂ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ UNSCയിൽ ശരിക്കും പറഞ്ഞാൽ 15 അംഗങ്ങളുണ്ട്. അതിൽ 5 പേര് പെർമനന്റ് ആണ്. ഐ മീൻ അവരെ മാറ്റത്തില്ല, അവർ പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. രണ്ടാം ലോകമായുധം കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ട് നിന്ന രാജ്യങ്ങളാണ് ഈ P5 ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് US. അപ്പൊ ഏതൊക്കെയാണ് P5 രാജ്യങ്ങൾ? ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് US. ഈ 5 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് വീറ്റോ പവർ ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു തീരുമാനം UNSCയിൽ വരികയാണെങ്കിൽ അത് വേണ്ട എന്നുള്ള നിലപാടെടുക്കാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? ഈ P5 മെമ്പർമാർക്കുണ്ട്. ഈ P5 മെമ്പേഴ്സിലെ ഏതെങ്കിലും ഒരു രാജ്യം പറഞ്ഞ പോലെ ഈ തീരുമാനം നടപ്പാക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനം അവിടെ നടപ്പാക്കത്തില്ല. എസ്പെഷ്യലി പറഞ്ഞ പോലെ ഇന്ത്യ ഈ P5ലേക്ക്, മീൻസ് നമ്മളിപ്പോൾ റിഫോംസ് ആവശ്യപ്പെടുന്ന ഒരു രാജ്യമാണ്. P5ലേക്ക് നമ്മളെയും കൂടെ ആഡ് ചെയ്യണം എന്നുള്ള, നമുക്ക് പെർമനന്റ് മെമ്പർഷിപ്പ് തരണം. കാരണം ഗ്ലോബൽ സൗത്തിന്റെ പ്രധാനപ്പെട്ട ലീഡർ ഒക്കെയാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഒരു തീരുമാനത്തെ ചൈന ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കാറുണ്ട്. പലതവണ റെസൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്ക് എതിർപ്പായിട്ട് നിൽക്കുന്ന ആര് മാത്രമാണ്? ചൈനയാണ്. അപ്പൊ ചൈന അതിലൊരു P5 മെമ്പർ രാജ്യമായതുകൊണ്ട് തന്നെ ചൈന അംഗീകരിക്കാത്തതുകൊണ്ട് നമുക്കും അതിനകത്ത് കയറാനായിട്ട് സാധിക്കത്തില്ല. ബാക്കി രാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് പെർമനന്റ് മെമ്പർഷിപ്പ് കൊടുക്കാൻ താല്പര്യമുള്ള രാജ്യങ്ങളാണ്. ചൈന പറയുന്നത് ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും കൂടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. പാകിസ്ഥാനും കൂടെ പെർമനന്റ് മെമ്പർഷിപ്പ് കൊടുത്താലേ ഉള്ളൂ സമ്മതിക്കുന്നതാണ് പറയുന്നത്. സോ എനിവേ ദിസ് P5 മെമ്പേഴ്സിന്റെ പ്രത്യേകതയാണ് ദേ ഹാവ് വീറ്റോ പവർ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അലവിംഗ് ദം ടു ബ്ലോക്ക് എനി സബ്സ്റ്റാൻഡേറ്റീവ് റെസൊല്യൂഷൻസ്. മീൻ ഏതെങ്കിലും പുതിയ റെസൊല്യൂഷൻ വരുമ്പോൾ ഇവർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസിഷൻസ് അവിടെ നടപ്പാകത്തില്ല. അഡീഷണലി നമുക്ക് 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ് കൂടെയുണ്ട്. 10 നോൺ പെർമനന്റ്, അങ്ങനെയാണ്
മൊത്തം 15 പേര്, 5 പെർമനന്റും 10 നോൺ മെമ്പേഴ്സും. ഈ 10 നോൺ മെമ്പേഴ്സിന്റെ കാലയളവ് 2 വർഷത്തേക്കാണ്. ഇതിലേക്കാണ് നിലവിൽ പാകിസ്ഥാൻ വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ഓർക്കണം, യുഎന്നിന്റെ എല്ലാ മെമ്പേഴ്സും UNSCയിൽ ഇതുവരെ എത്തിയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഈവൻ ഈ പറഞ്ഞ 50 മുകളിൽ മോർ ദാൻ 50 UN മെമ്പേഴ്സ് ഹാവ് നോട്ട് ബീൻ മെമ്പേഴ്സ് ഓഫ് യുണൈറ്റഡ് സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. പക്ഷെ ഇതിനകത്ത് ഈ നോൺ പെർമനന്റ് 10 നോൺ പെർമനന്റ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഇഷ്ടമുള്ള 10 പേരെ അല്ല സെലക്ട് ചെയ്യുന്നത്. ഇതില് 10-ല് 5 പേര് ദേ ഹാവ് ടു ഫ്രം ആഫ്രിക്കൻ ആൻഡ് ഏഷ്യൻ സ്റ്റേറ്റ്സ് ആയിരിക്കണം. 10-ല് 5 പേര് ഈ പറഞ്ഞ പോലെ ആഫ്രിക്കയിലും ഏഷ്യൻ സ്റ്റേറ്റുകളിലെ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കണം. ഒരാള് ഈസ്റ്റേൺ യൂറോപ്യൻ സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം. 2 പേര് ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ സ്റ്റേറ്റ്സിന്റെ റെപ്രസെന്റേറ്റീവ്സും ബാക്കി 2 പേര് പറഞ്ഞ വെസ്റ്റേൺ യൂറോപ്യൻ ആൻഡ് അതർ സ്റ്റേറ്റ്സ് റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കണം. അങ്ങനെയാണ് ഇതിനകത്ത് പോകുന്നത് കേട്ടോ. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഏഷ്യൻ സ്റ്റേറ്റ് എന്നുള്ള പ്രതിനിധി ആ ഒരു 5 പേരുടെ ഇതിനകത്താണ് ഇന്ത്യയൊക്കെ തന്നെ പലപ്പോഴും ഇതിനകത്ത് എൻ്റർ ആകാറുള്ളത്. ഇന്ത്യ റീസെന്റ് എന്ന് പറയുന്നത് 2021 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ UNSCയുടെ നോൺ പെർമനന്റ് മെമ്പർ ആയിരുന്നു. 8 തവണ അതുകൂടെ കൂട്ടി 8 തവണ ഇന്ത്യ UNSCയിലെ നോൺ പെർമനന്റ് മെമ്പർ ആയിട്ടുള്ള കാര്യം ഓർത്തിരിക്കാം. ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പം ജനുവരി തൊട്ടിട്ട് 2 വർഷത്തേക്കുള്ള ടെന്യൂർ പാകിസ്ഥാൻ കയറും. അപ്പൊ കയറുമ്പോൾ അവരുടെയും ഇതാണ് അവരുടെ കാര്യം. 8ാമത്തെ തവണയാണ് പാകിസ്ഥാൻ ഇനി മുതൽ കയറാനായിട്ട് പോകുന്നത്. സോ ഇതൊന്ന് പ്രിലിംസിനായിട്ട് ഓർത്തിരിക്കണം. ഈ 10 പേരെന്ന് പറയുമ്പോഴേക്കും 5 പേര് ആഫ്രിക്കൻ ഏഷ്യൻ സ്റ്റേറ്റ്സുകളായിരിക്കണം, ഒരെണ്ണം ഈസ്റ്റ് യൂറോപ്യൻ സ്റ്റേറ്റ് ആയിരിക്കും, 2 പേര് ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ സ്റ്റേറ്റ്സും ബാക്കി 2 പേര് വെസ്റ്റേൺ യൂറോപ്യൻ അതർ സ്റ്റേറ്റ്സുമാണ് വരുന്നത്. ഇവർക്കെല്ലാവർക്കും ഈ നോൺ പെർമനന്റ് മെമ്പേഴ്സിന് എത്ര വർഷത്തേക്കാണ് കാലയളവ്? 2 ഇയർ ടേം എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അത് കഴിയുമ്പോൾ അവർ മാറും. ഓക്കെ, ചിത്രമാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ജനുവരി 1, 2025 പാകിസ്ഥാൻ 2 ഇയർ ടൈമിൽ കയറും. ഇത് ഇവരുടെ 8ാമത്തെ ഒരു അവസരമാണ്. ദെൻ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ മറ്റ് 10 പേര് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം കയറാൻ പോകുന്നത് 2025-26 കാലഘട്ടത്തിലേക്ക് 10 പേരെന്ന് പറയുമ്പോൾ ഡെൻമാർക്ക്, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, സൊമാലിയ. ദേ വിൽ റീപ്ലേസ് ഈ പറഞ്ഞ പോലെ 5 പേരാണ് ഇതിനകത്ത് വരുന്നത്. 5 പേരാണ് പുതിയതായിട്ട് എലക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് 10 പേര് ഒരുമിച്ചായിരിക്കത്തില്ല കേട്ടോ. ആ 2 വർഷ ടേം കഴിയുന്നതിനനുസരിച്ച് അപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് 5 പേരുടെ ടേം തീർന്നു. അവർക്ക് പകരമായിട്ടാണ് ഡെൻമാർക്ക്, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, സൊമാലിയ എൻട്രി ചെയ്യാൻ പോകുന്നത്. അവർ റീപ്ലേസ് ചെയ്യുന്ന ഇക്വഡോർ, ജപ്പാൻ, മാൾട്ട, മൊസാംബിക്, സ്വിറ്റ്സർലാൻഡിനെയാണ് റീപ്ലേസ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നിലവിൽ ഇനി വരാൻ പോകുന്ന 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓൾറെഡി 5 പേര് ഡെൻമാർക്ക്, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, സൊമാലിയ, അതുകൂടാതെ തന്നെ അൾജീരിയ, ഗുയന, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സിയറ ലിയോൺ ആൻഡ് സ്ലൊവേനിയ. ഈ 5 പേരും കൂടെ ചേർത്തായിരിക്കും ഇനി മുതലുള്ള 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ കറന്റ് പ്രസന്റ് സ്റ്റേജ് നമുക്ക് പറയാനുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പാകിസ്ഥാൻ അതിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇന്ത്യക്ക് ഒരു ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ, ആർട്ടിക്കിൾ 370 കാര്യങ്ങൾ, ഇതൊക്കെ അവരോട് ഉന്നയിക്കാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ആ ഒരു കാര്യങ്ങൾ നമുക്ക് നിലവിലൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവരോട് ഉന്നയിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് വാർത്തയ്ക്കകത്ത് വരികയും ആ ടൈമിൽ നമുക്ക് ആ പോയിന്റ് ഓഫ് വ്യൂല് കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ നിലവിൽ ഇത്രയും ബേസിക് അണ്ടർസ്റ്റാൻഡിങ്സ് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ദെൻ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഒരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത എത്തനോൾ ബ്ലെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് 2 സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.